തിരുവനന്തപുരം കഠിനംകുളത്തെ 30-കാരി ആതിരയുടെ കൊലപാതകത്തിൽ പ്രതിക്കായി തെരച്ചിൽ തുടരുന്നു. കൊന്നത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇന്നലെ രാവിലെ 8:30-ക്ക് ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടത്. ആതിരയുടെ സ്കൂട്ടറുമായി പ്രതി കടന്നുകളഞ്ഞിരുന്നു. സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതോടെ പ്രതി ട്രെയിൻ മാർഗത്തിൽ രക്ഷപ്പെട്ടിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്താണ് നടപ്പിലാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം. സമൂഹ മാധ്യമത്തിലൂടെ ദീർഘനാളായി ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാകാം വാടകയ്ക്ക് താമസം ആരംഭിച്ചത്. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരയോട് ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചതിന്റെ പകയാകാം കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് കരുതുന്നു. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവിനോട് ആതിര പറഞ്ഞിരുന്നു. രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല. ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത്. ഇത് പുറത്തു പറഞ്ഞാൽ ജീവൻ ഒടുക്കുമെന്ന് ആതിര പറഞ്ഞിരുന്നു. ആതിര കൂടുതൽ സമയം സമൂഹ മാധ്യമത്തിൽ ചെലവഴിക്കുന്നത് പലതവണ വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിന് മൊഴി നൽകി. അതേസമയം യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് 2 ദിവസം മുൻപും ഇവിടെ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചത്. കഠിനംകുളത്തിന് സമീപം പെരുമാതുറ ഭാഗത്ത് ഇയാൾ താമസിച്ചിരുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. മതിൽ ചാടിയാണ് അക്രമി വീട്ടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. കഠിനംകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര. ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ട്രസ്റ്റിന്റെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ചൊവ്വാഴ്ച രാവിലത്തെ പൂജയ്ക്ക് ശേഷം 11:30-ഓടെ രാജീവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കഴുത്തിൽ കത്തി കയറ്റി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഗോവിന്ദനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസിന്റെ അനുമാനം. 8:45-നും 9 മണിക്കും ഇടയിലാണ് കുട്ടിയുടെ സ്കൂൾ ബസ് വന്നത്. അതിനിടെ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടർ കാണാതായിരുന്നു. ഇത് കൊലപാതകം നടത്തിയാൽ കൊണ്ടുപോയെന്നാണ് സൂചന. കഠിനംകുളം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും മരണശേഷമാണ് രാജീവ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതേസമയം മറ്റെന്തെങ്കിലും കാര്യം ആതിര രാജീവിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിക്കായി തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു.